അതും ആവയ്ക്കുള്ളതല്ല. അത് സിസ്റ്റേഴ്സിന് എടുക്കാനുള്ള സാധനങ്ങളാണ്. അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൂം വരുന്നത് കേട്ടോ. നമ്മൾ ഈ റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള റൂമിലാണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ കിടക്കാറ്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഈ സൈഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വാഷ് ബേസിൻ ഏരിയ ഉണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് വരിക. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ നല്ല കംഫർട്ടബിളാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഷെൽഫ് വരുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഷെൽഫ് ഉണ്ട്, കണ്ട. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള സംഗതിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ടി വി ആസ് യൂഷ്വൽ. അപ്പോൾ വാവത ഇവിടെ ടി വിയും കണ്ട് ഇങ്ങനെ കിടപ്പാണ്, കണ്ടാ. ആ ഇവിടെ ഒരു ചെറിയ ടേബിൾ ഉണ്ട്. പനിയിൽ തുടങ്ങി, പിന്നെ വോമിറ്റിംഗ്, ലൂസ് മോഷൻ എല്ലാവരും ഉണ്ട് ഇപ്പോൾ. തുറന്നില്ല, ആൾക്ക് 10-ാം തീയതി തുറക്കുള്ളൂ. അല്ല LKG. നമ്മുടെ ക്യാമ്പയിനിൽ നമ്മുടെ വീടിൻ്റെ അവിടെ ഈ പള്ളിയുടെ പുറകിൽ കുറച്ച് നീങ്ങിട്ട്. മോളുടെ വീട് എവിടെയാ? നോർത്ത് പറവൂര്. എലിസബത്ത് സിസ്റ്റർ ഇല്ലേ? പിന്നെ വേറെ ഉണ്ടല്ലോ, അതിന്റെ പേരെന്താ? അഞ്ചോ? മറന്നുപോയില്ലോ. അഞ്ചു അല്ലേ കൊരട്ടിന്ന് വരുന്നത്? ആ, അതിന്റെ പേരെന്തായിരുന്നു ദൈവമേ? ക്രിസ്ത്യനാണ്. ഹലോ. അപ്പോൾ നമ്മൾ വാവയ്ക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ. വാവയ്ക്ക് 2-3 ദിവസമായി ലൂസ് മോഷനും വോമിറ്റിങ്, പനി, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഡ്രിപ്പ് ഇട്ട് ഇങ്ങനെ കിടക്കുക, കണ്ട. മരുന്നൊക്കെ ചെയ്ത്. അപ്പോൾ 2 ദിവസമായിട്ട് രണ്ടും ഫുൾ റെസ്റ്റായിരുന്നു. ഇന്നിപ്പോൾ തല പൊങ്ങിയ സമയത്ത് രണ്ടാളും കൂടി ഇരുന്ന് കളിക്കാനായിട്ട് വാവതെ അപ്പയുടെ അടുത്ത് പോയിരുന്നിട്ട് മസിലൊക്കെ കാണിച്ച് പേടിപ്പിക്കുന്നുണ്ട്. അപ്പയാണെങ്കിൽ ഫുൾ സപ്പോർട്ട്, ഇങ്ങനെ ഓരോന്ന് ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടും കൂടിയിട്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ടെണ്ണവും വയ്യാണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഒന്ന് തല പൊന്തിയിട്ടുണ്ട്. രണ്ടെണ്ണം നല്ല ഗുസ്തി തുടങ്ങിച്ചിട്ട് ഇവിടുന്ന് അങ്ങനെ. അപ്പോൾ രണ്ടും കൂടി ഇന്ന് കളിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഭാവിക്ക് ഇതുപോലെ വല്ലപ്പോഴാണ് കേട്ടോ അപ്പേനെങ്ങനെ കുറച്ചധികം നേരത്തേക്കൊക്കെ ഇങ്ങനെ കിട്ടുക. അല്ലാണ്ട് ഭാവിക്ക് ഇങ്ങനെ കിട്ടാറില്ല. അതിനീ പറഞ്ഞ പോലെ രണ്ടും ഹോസ്പിറ്റലിലാവണം. അപ്പോഴാണ് രണ്ടും ഒരേ സമയത്ത് വരുള്ളൂ കേട്ടോ. അപ്പോൾ അവറ്റങ്ങളുടെ രണ്ടുപേരുടെയും സന്തോഷ പ്രകടനങ്ങളും ഇതൊക്കെയാണ് കാണുന്നത്. അപ്പയുടെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. ഇപ്പം വന്നിട്ട് യെല്ലോന്ന്. ഹായ്, ഇന്ന് അന്നൊരു ദിവസം പനി വന്നത് വീഡിയോ എടുത്തില്ലേ? അപ്പോൾ പനി വന്നിട്ട് ഞാൻ ഇന്ന് MAJയിലാണ്. കണ്ടില്ലേ, കയ്യിലൊക്കെ ഇഞ്ചക്ഷൻ കുത്തിയേ. ഇവിടെ ചിലപ്പോൾ വൈകുന്നേരമായി കാണും. അപ്പം ഞാനാണ് അമ്മ, ഇത് രണ്ടുപേരും കുട്ടി. അപ്പം ഞാൻ ചായ വെക്കാൻ വേണ്ടി ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തേക്കുന്നില്ലേ, ആ ഷെൽഫിൽ പോയിട്ട് ചായയൊക്കെ ഉണ്ടാക്കണ ആ സാധനം കെറ്റിലെടുക്കാൻ പോയതാണ്. പിന്നെ നമ്മ വീഡിയോ ഇനി അമ്മ പറ. അപ്പം നമ്മൾ MAJയിൽ സെക്കൻഡ് ഡേ ആണ് അല്ലേ. അപ്പോൾ വാവയുടെ ഡ്രിപ്പൊക്കെ ഇട്ടതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇഞ്ചക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫുഡ് കഴിച്ചു തുടങ്ങി, വാവയുടെ അസുഖങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ നാളെ എങ്ങാനും നമ്മൾ ഡിസ്ചാർജ് ആവുമെന്ന് വിചാരിക്കണം. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ അവിടെ ചായ വെക്കാൻ കെറ്റിലെടുത്തോണ്ടിരിക്കുകയാണ് വാവ. കുഞ്ഞിന് ചായ വെക്കാൻ അറിയാലോ. വേറൊരാൾ വയ്യാണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. മൊത്തം രോഗികളാണ്. ഇടയ്ക്കൊന്ന് സർവീസ് ചെയ്യണം. വർഷത്തിലൊരിക്കലും ഇവിടെ വന്ന് അഡ്മിറ്റ് ആയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല ഞങ്ങൾക്ക്. അപ്പോൾ അത് കാരണം നമ്മൾ എന്തായാലും ഇവിടെ ഇങ്ങനെ ചായ കുടിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ ഇരിക്കണേ. നല്ല ഉറക്കം, സുഖമായ കാലാവസ്ഥ.
അപ്പം തന്നെ കുറേ അസുഖങ്ങളൊക്കെ കഴിഞ്ഞ് നാളെ തൊട്ട് ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പം തൊട്ട് വീണ്ടും ഓട്ടം തുടങ്ങും. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കും, വീണ്ടും കുറേ ദിവസം ഓടും. ഇതാണ് ഇപ്പോൾ പരിപാടി. അപ്പം എന്തായാലും നമുക്കൊരു ചായ വെച്ച് കുടിക്കാം. ലിഫ്റ്റാണ് ഉപയോഗിക്കാറ്. ഇപ്പം ഇത്രയായി അല്ലേ വാവേ? വാവ ഇപ്പം ഇത്രയായി അല്ലേ? തല കൊത്തി, ചിരിയൊക്കെ വന്ന് കണ്ണൊക്കെ തുറന്നു. മറ്റേത് ഇങ്ങനെ ഇരിക്കണേന്ന് കണ്ണ് വയ്യാണ്ട്. എന്താ പോലെ പച്ചയായ ചാട. നല്ല വേറെ കാര്യം ഉണ്ട് കേട്ടോ, ഈ ഫോണിന്റെ ക്യാമറ ഒടുക്കത്തെ ക്ലാരിറ്റി. ഇരുട്ടാണെങ്കിലും ഇതിനേക്കാൾ നല്ലത് അത് അതിലത്തെ വൃത്തിയാക്കാണ്ടിരിക്കുമ്പോൾ വീഴണതായിരിക്കും. വല്ല കല്ലെങ്ങാനും അതാ പറഞ്ഞേ, അത് വൃത്തിയാക്കാണ്ട് വരുമ്പോഴതാണത്. ഏതാൾക്കാർക്ക്? നിങ്ങളുടെ പോലത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാകുന്ന ഭ്രാന്തന്മാര്. ഹലോ, അപ്പോൾ ഇതേ നമ്മളിന്ന് ഈവനിങ് ആയിട്ടോ. അപ്പോൾ വാവയ്ക്ക് വൈകുന്നേരത്തേക്കുള്ള മെഡിസിൻ ഇട്ടേക്കാണ്. അപ്പോൾ ഇതേ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. വാവ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. വാവയ്ക്ക് മെഡിസിൻ ഇട്ടപ്പോൾ വാവയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയില്ലേ കുഞ്ഞു? എൻ്റെ മോൾക്ക് സങ്കടം വരികയാണ്. എന്നിട്ട് ഇത്രയും നേരം അമ്മ എടുത്തു വെച്ച് അവിടെ ഇരുന്നു ഞാൻ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഇനി ഇവിടെ കിടന്ന് സ്നേഹം കൂടി കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ പൊന്നാ? കുഞ്ഞാണ്, പാവ അമ്മയുടെ കുഞ്ഞാണത്. കണ്ട കണ്ട. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഇവിടെ സ്നേഹം കൂടി കിടക്കാൻ പോകണല്ലേ പൊന്നാ? അമ്മേൻ്റെ കുഞ്ഞെങ്ങനെയാ സ്നേഹം കൂടുക? ഇത് പൂവാണോ കടിക്കാൻ? അമ്മ എങ്ങനെയാ കുഞ്ഞിനെ സ്നേഹം കൂടുക? കടിക്കൂ. പിന്നെ എന്തൊക്കെ ചെയ്യും അമ്മ? അമ്മ ചിലപ്പോ എന്റെ വയറ് പൊക്കിയിട്ട് പിന്നെ നമ്മളെങ്ങനെ സ്നേഹം? ഇത് ഈ കൈയൊന്നും ഇങ്ങോട്ട് പൊക്കി വയ്ക്കുമോ? ഇങ്ങനല്ല, ഇതിങ്ങനെ. സോറി, അങ്ങനെയാണല്ലോ നമ്മളെ സ്നേഹം കൂടെ. നമ്മളിൽ ആരാ ചക്കര? ഇതാണോ ചക്കര? ഇതാണോ ചക്കര? ഇതാണോ ചക്കര? ഇതിലാരാ സ്വർണ്ണ പുന്നാര? ഇതാണോ സ്വർണ്ണ പുന്നാര? ആരാ മുത്ത്? അപ്പയുടെ മുത്ത്. വാവയുടെ സ്വത്താരാ? ഒരാളെ വിളിക്കാറുണ്ട്, എൻ്റെ സ്വത്ത് ആ സ്വത്തമ്മ എന്ന് വിളിക്കവള് അല്ലേ? എൻ്റെ സ്വത്തമ്മയില്ലേ, എൻ്റെ മുത്തമ്മയില്ലേ? സ്വത്തമ്മേ അങ്ങനെയൊന്നുമല്ല. അല്ലാണ്ട് അമ്മയുടെ അടുത്ത് സ്നേഹം കൂടാൻ വരുമ്പോൾ എന്താ വിളിക്കുക? എൻ്റെ സ്വത്തമ്മയില്ലേ, എൻ്റെ മുത്തമ്മയില്ലേ. എന്നിട്ട് ഇത് ഇങ്ങനെ ആക്ക്, ഇങ്ങനെ ആക്കോള്. എടി ചൊട്ടമ്മയില്ലേ, ഇവിടെ മുട്ടമ്മയില്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ വയ്യണോ ഈ കുട്ടി? ഈ കുട്ടി അങ്ങനെയാണ് വയ്യാറ് കേട്ടാ. അമ്മേരെ കുഞ്ഞ്, അമ്മേരെ കുഞ്ഞ്, അമ്മേരെ കുഞ്ഞ്, കുഞ്ഞ് കുഞ്ഞ് കിലക്കില് പാച്ചരൊക്കെ ഇട്ട് കുഞ്ഞ്, കിക്കിലക്കില് പാച്ചരിട്ട് കുഞ്ഞ്, അടി സ്വണ്ണം കുഞ്ഞ്, അടി സ്വത്തം കുഞ്ഞ്, അടി സ്വത്തം കുഞ്ഞ്, ഇടി സ്വണ്ണം കുഞ്ഞ്.
ഇങ്ങോട്ട് ക്ലിയാക്ക്. ചാട്ടന് മുണ്ടാരേ. ഇങ്ങോട്ട് ക്ലിയാക്ക്. ക്ലിയാക്കായി. സത്യം മുണ്ടാരേ. ചേട്ടനെ വണ്ടി ഇടിച്ചു കൊണ്ട് ഇവിടെ. എന്താ ഞങ്ങളിവിടെ ദൗത്യം സിനിമ വെച്ചിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നതാണ്. ചേട്ടന് പോലീസ് അറസ്റ്റ് ചെയ്തൊന്നുകൊണ്ട് സൂചിയൊക്കെ വലിച്ചിട്ട് അടിക്കണ മുന്നേ. അപ്പോൾ ഇത് കുറച്ച് ദിവസത്തിന് ശേഷം നമ്മളുടെ വാവ ഇന്ന് ബിരിയാണി കഴിക്കുകയാണ്. ഡോക്ടറോട് ചോദിച്ചിട്ട് നമ്മൾ കട്ടിയുള്ള ആഹാരം എന്നുള്ള രീതിക്കും പിന്നെ വാവ 2 ദിവസമായിട്ട് ബിരിയാണി ചോദിക്കുന്നതുകൊണ്ടും കൂടി നമ്മളിന്ന് അത് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോണേറ്റ് മുമ്പ് അതൊക്കെ കൊടുത്ത് എന്താണ് ബാക്കിയുള്ള വിവരങ്ങളെന്ന് അറിഞ്ഞിട്ട് പോകാമല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ പോയിട്ട് വരാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പാവം ഇന്ന് 2 ദിവസത്തിന് ശേഷം അടിച്ച് മിന്നിക്കുകയാണ് കേട്ടോ ഫുഡ്. അപ്പം നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കിടക്കാട്ടാ. കാണണ്ടോന്നാ TV ചാനൽ മാറ്റട്ടെ ചോദിക്കണം. അപ്പം അപ്പൊ പോയ സമയത്ത് ഒരു സിനിമ വെച്ചിട്ടുണ്ട്, അത് വെച്ചോ. ഒരു പട്ടാളക്കാരനൊക്കെ സിനിമ ഒരു ചേച്ചിയുടെ പെണ്ണെ വിളിക്കുന്നത്. അല്ല കൂതൂത്തി ബെഡ് കുത്തി ബെഡ് ഇങ്ങോട്ട് വരുമോ? അതോടെ അവരുടെ മുഖൊക്കെ അങ്ങ് മാറില്ല. പിന്നെ ഇത് കിട്ടാൻ എനിക്ക് പേടിയാ. അമ്മ സിസ്റ്റർ വരുമ്പോ അമ്മ പറയണേ, അയ്യോ ഞങ്ങളല്ല ഇത് വേറെ ആളാണ്, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളെ ഒന്ന് ഉറങ്ങാൻ കിടന്നതാണ്. അപ്പ വെറുതെ അപ്പം ഫുഡിന് മുമ്പായിരുന്നു അതിന് മറക്കും. ഹായ്, ഇന്ന് രാത്രിയാ, എല്ലാവരും ഉറങ്ങി. ഇപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഇപ്പൊ സിനിമ വെച്ചിട്ടില്ലേ, ആ സിനിമ കഴിഞ്ഞു എന്നിട്ട് വേറെ സിനിമ വന്നേക്കാണ്, അത് കാണാൻ വേണ്ടി ഇരിക്കാണ്. സമയം കഴിയാറായാം. ഞാൻ വേഗം ഞാൻ പറയും. അപ്പം നമ്മൾ ഫുഡ് അടി കഴിഞ്ഞു, കുളി കഴിഞ്ഞു. വാവ കുളിച്ചില്ല കേട്ടോ. കുളി കഴിഞ്ഞ് ഫ്രഷായി ഇനി ചാച്ച ഉറങ്ങാൻ പോവാണ് അല്ലേ. നമ്മളുടെ മെഡിസിനൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഡ്രിപ്പ് ഇടൽ കഴിഞ്ഞു അല്ലേ കുഞ്ഞാ. അപ്പം നമ്മളെല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് വാവിക്കൊക്കെ വരുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞിനൊക്കെ വേണ്ട. Please sleeping always like I like sleeping. Please, I am sleeping. Please. Good morning. Yes, that's അപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് കേട്ടോ. നമുക്ക് നാളെ കാണാം. ഹലോ, ദേ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. എനിക്ക് മഴയത്ത് പോയി കളിക്കാൻ തോന്നുന്നു. എന്നിട്ട് പനി വരണം, അതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ട് ഞങ്ങൾക്ക്. ഉണ്ടോ? ഹായ്, വീഡിയോ നിർത്തിയിട്ട് ഞാൻ പോയി ഷൂസ് വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ ദേ നല്ല മഴ.